ഇങ്ങോട്ട് വരട്ടെ. മരുമോളാണോ ഞാനാണോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് വന്നിട്ടൊന്ന് അറിയണം. ഒരു കാര്യവും പറയാതെ തോന്നുന്ന പോലെ ഇങ്ങ് ഇറങ്ങി പോവാ. ഇതെന്താ വല്ല ശത്രു മറ്റുമാണോ? ഇങ്ങോട്ടൊന്ന് വരട്ടെ. ഇന്ന് ഇതിനോട് തീരുമാനം ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ. Gotcha. പക്ഷേ ഒരിക്കൽ സത്യം ഈ സത്യങ്ങൾ മനസ്സിലാക്കും. ഞങ്ങൾ ഇപ്പൊ ഈ കാണിച്ചതിനൊക്കെ തക്കതായ കാരണം ഉണ്ടായിരുന്നു. ഓ എടി, നിന്റെ മോഹന വാഗ്ദാനങ്ങൾ വീണു പോകുന്നവരുണ്ടാവും. പക്ഷെ ഈ സത്യഭാമി അതിന് കിട്ടില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ച അത് തീരുമാനിച്ചത് തന്നെയാ. നിന്ന നിൽപ്പിൽ എന്റെ ഈ ജന്മം ഭൂമിക്ക് കീഴ്പോട്ട് താഴ്ന്നു പോകുന്നു പറഞ്ഞാലും നിന്റെ ഒന്നും പിന്നാലെ സത്യഭാമ വരത്തില്ലടി. മരിക്കുന്നത് വരെ എന്റെ ഈ നിലപാടിന് ഒരു മാറ്റവും വരില്ല. നീ എന്നും എന്റെ ജീവിതം തകർത്തവളും അവൻ എപ്പോഴും എന്നെ ചതിച്ച ചതിയനുമായിരിക്കും. ഒന്നുകിൽ എന്റെ മരണം വരെ, അല്ലെങ്കിൽ നിന്റെയൊക്കെ മരണം വരെ അതിങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇനി മേലാൽ എന്റെ വീട്ടിൽ വന്ന് ഇതുപോലെ അധികാരം കാണിക്കാൻ നോക്കിയ നിന്റെ കളക്ടറേറ്റിലേക്ക് ഞാനങ്ങ് വരും. എന്നിട്ട് നിന്റെ കസേരയിൽ ഞാൻ കയറിയിരിക്കും. എന്നിട്ട് ഞാനങ്ങ് ഭരിക്കും. അതിന്റെ നാണക്കേടെ നിനക്കായിരിക്കും. മറ്റുള്ളവരുടെ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് അധികാരം കാണിക്കുന്ന നിന്റെ ഈ തറവേലയും കൊണ്ട് ഇനി എന്റെ വീട്ടിലേക്ക് വരരുത്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. ദേ, നിങ്ങളോട് കൂടെയാ ഞാൻ ഈ പറയുന്നത്. ആരെങ്കിലും വന്ന് വിളിച്ചാ ചാടി തൊള്ളിയങ്ങ് പോയ പോരാ. സംരക്ഷണം തരുന്നവരും വെള്ളം തരുന്നവരും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഇനി മേലാൽ എന്റെ വീട്ടിൽ വന്ന് ഇതുപോലെ വില കുറഞ്ഞ നാടകം ആടരുത്. അങ്ങനെ ആടിയ ഞാൻ ആരാണെന്ന് എന്താണെന്ന് നീ അറിയും. പോയിക്കോ രണ്ടുപേരും എന്റെ മുമ്പിൽ നിന്ന്. അച്ഛാ പറയട്ടെ, മതിയാവോളം പറയട്ടെ. സത്യാമ്മേ, എന്നെങ്കിലും സത്യാമ്മ എന്നെ സ്നേഹത്തോടെ വിളിക്കുന്നൊരു ദിവസം വരും. അതുവരെയുള്ള പരീക്ഷണങ്ങൾ അത് ഞാൻ നേരിട്ടോളാം. എന്റെ വിധിയാണെന്ന് രജിസ്ട്രേഷനെ നടന്നിട്ടില്ല. നടന്നില്ലെന്നോ? എടോ, രാഘവൻ നായർക്ക് തന്റെ ഐഡന്റിറ്റി തെളിയിക്കാൻ പറ്റിയിട്ടില്ല. സ്വന്തം അച്ഛന്റെ പേര് പോലും മറന്നുപോയ ഒരാൾക്ക് രജിസ്ട്രാറുടെ മുമ്പിലെ ബബ്ബ അടിക്കേണ്ടി വന്നു. അതിന് എഴുതി വാങ്ങിക്കുന്ന ആളുടെ ഐഡന്റിറ്റി ഒക്കെ രജിസ്ട്രേഷൻ സമയത്ത് ആവശ്യമുണ്ടോ? എഴുതി വാങ്ങിക്കുന്ന ആള് നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് പതിപ്പിക്കാനായിട്ട് നേരിട്ട് എത്തണമെന്ന് നിയമം അനുശാസിക്കുന്നില്ലെങ്കിലും മിക്കവരും വരും. പക്ഷേ അങ്ങനെ വന്നുപോയതാണ് ഈ രാഘവൻ നായർക്ക് വിനയായത്. നമുക്കത് ഗുണമായി.
പിന്നെ ഈ രജിസ്ട്രാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും രാഘവൻ നായർ കൊടുത്തിട്ടില്ല. അപ്പൊ പണി പാളി. എങ്കിൽ ആ ഒരു സന്തോഷത്തിന് നമുക്ക് ഓരോന്ന് കഴിക്കാം. ഇത് നടന്നില്ലെങ്കിലും സംഗതി ഇപ്പോഴും അവന്റെ കയ്യിലല്ലേ? അവൻ എഴുതി കൊടുത്ത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും എഴുതി കൊടുത്തത് അവന്റെ ഭാര്യയുടെ പേരിലല്ലേ? അതുകൊണ്ട് വന്ന് രജിസ്റ്റർ ചെയ്താൽ എല്ലാം തീർന്നില്ലേ? ആ പിള്ളേര് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. എടോ താനിത് അങ്ങോട്ട് പിടിച്ചേ. പിടിക്കണം. എടോ സ്വത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ വേണ്ടി മാത്രമാ ഈ കാണുന്ന കളികളൊക്കെ ഇങ്ങനെ കിടന്ന് ഞാൻ കളിക്കുന്നത്. നിങ്ങൾ പണം മുടക്കിയതല്ലേ, ആ മുതല് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. ഇല്ലെങ്കിൽ ചേർത്ത് തരും ഞാൻ. വിശ്വസിക്കടോ. താനടിക്ക്. പിടിക്ക്. ഇവിടെ രോഹിത്തിന്റെ ചങ്കിടിച്ച് കലക്കിയിട്ടായാലും ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചു തന്നിരിക്കും. ഉറപ്പാടോ? താൻ കഴിക്ക്. അപ്പൊ ചിയേഴ്സ്. Cheers.